ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ വേണ്ട രീതിയിൽ ഞാൻ എല്ലാം ശരിയാക്കണുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞും അറിയരുത്, നമ്മുടെ ഈ നീക്കുപോക്ക് ഒരു കുഞ്ഞും അറിയരുത്, എല്ലാം രഹസ്യമായിട്ടായിരിക്കണം. അല്ല ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ, നമ്മളെ അണികൾ ഒരു കുഞ്ഞും അറിയണ്ട. അല്ല ഇന്ന് രാത്രി കൊണ്ട് അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തോളാം. നാളെ നേരം വെളുക്കുമ്പോൾ സംഗതി ഓക്കെ. അപ്പോൾ സമരം വിജയിപ്പിക്കണമല്ലോ, അതുകൊണ്ടല്ലേ പ്രസിഡന്റ് ഞാൻ ഈ പറയണേ. ആ ഇല്ലില്ല, നമ്മൾ കല്ലും മറ്റു സാധനങ്ങളും ഒക്കെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ അവിടെ നമ്മുടെ വേണ്ടപ്പെട്ടൊരു കടയുണ്ട്, അവിടെ എത്തിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ എറിഞ്ഞാൽ മതിയല്ലോ. അത് നമ്മളെ അണികളിൽ പറയണ്ട, അവരങ്ങ് എറിഞ്ഞോളും. ആയിക്കോട്ടെ, ശരി ഞാൻ രാത്രി വിളിക്കാം. ശരി പ്രസിഡന്റ്. ആയിക്കോട്ടെ. പ്രസിഡന്റാ രാത്രി എന്തിനാ പ്രസിഡന്റിനെ വിളിക്കുന്നത്? എന്താ രാത്രി പ്രസിഡന്റിനെ വിളിച്ചൂടെ? നിങ്ങൾ ഈ മറയത്ത് വന്നിരുന്ന് ഫോൺ ചെയ്യണേ എന്തിനാ? എപ്പോൾ പ്രസിഡന്റ് വിളിച്ചാലും ഓടി മുറ്റത്തോട്ട് ഇറങ്ങി ഏതെങ്കിലും പൊത്തിപ്പോയിരുന്ന് വർത്താനം പറഞ്ഞാണല്ലോ, എന്താ കാര്യം? എടി പ്രസിഡന്റുമായിട്ട് എന്തെങ്കിലും ആധികാരികമായി സംസാരിക്കുമ്പോൾ ഇച്ചിരി പ്രൈവസി വേണം. പ്രൈവസിക്ക് പ്രസിഡന്റ് പെണ്ണൊന്നും അല്ലല്ലോ. തുടങ്ങി കഴുത അവിടെ തക്കിളി ഇരുന്ന് പഠിച്ചോണ്ടിരിക്കുകയല്ലേ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിരുന്ന് ഫോൺ ചെയ്താൽ അവളുടെ ശ്രദ്ധ മുഴുവൻ ഇതിലാവും. അവളാണെങ്കിൽ വലിയ ആൾക്കാർ എന്തെങ്കിലും പറയണമെന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുക. അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് മാറിയിരുന്നത്. കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ പാടില്ലാത്ത എന്തോ കാര്യമാണ് പറയണത് അല്ലേ? അതെ, അടുക്കളയിൽ ഞാൻ മാടിനെ പോലെ ഒന്ന് പണിയെടുക്കണ്ടല്ലോ, എന്റെ അടുത്ത് വന്ന് നിന്നാൽ എന്താ നിങ്ങൾക്ക് കുഴപ്പം? അപ്പൊ നിങ്ങൾക്ക് ബോറടിക്കും എന്റെ മുഖം കാണുമ്പോ, അതല്ലേ? ആ കാര്യം നിനക്ക് തിരിച്ചറിവുണ്ടായല്ലോ, അത് തന്നെ വലിയ സന്തോഷം. സത്യം നീ പറഞ്ഞത്. മാത്രമല്ല ഞാൻ അവിടെ നിന്ന് പ്രസിഡന്റായിട്ട് സംസാരിക്കുമ്പോൾ നിന്റെ ഈ വളവളാനുള്ള വർത്തമാനം അയാൾ കേട്ടാ എന്റെ വിലയും നിലയും പോകില്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് മാറിയിരുന്ന് വിളിക്കണേ. അതല്ലെങ്കിൽ ശരിയാ, ഭാര്യമാരെല്ലാം വളവള വർത്താനം പറയണോ. കർത്താവേ തുടങ്ങി. എന്തിനു നിന്നെ പറയണത്? കേരളത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളുടെയും കുഴപ്പമായത്. ആണുങ്ങൾ ഇച്ചിരി അങ്ങോട്ട് മാറി ഒന്ന് ഫോൺ ചെയ്താൽ സംശയം, ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാൽ സംശയം, ഒന്ന് തുപ്പിയാൽ സംശയം. ഓ ഇങ്ങനെ ആയിരുന്നു കല്യാണം കഴിക്കണ്ടായിരുന്നു. അയ്യോ, കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ എന്ത് കുഴപ്പമുണ്ടായി? എന്തുണ്ടായില്ലടി, എന്തുണ്ടായില്ല. കല്യാണം കഴിച്ച അടുത്ത ദിവസം തുടങ്ങും. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തേരി കയറി കഴിഞ്ഞാൽ തേരി കയറിയോ, പിന്നെ റോഡിലോട്ട് ഇറങ്ങിയാൽ റോഡിലായോ, പിന്നെ അവിടെ വണ്ടി കിട്ടിയോ, പിന്നെ വണ്ടി കയറി കഴിഞ്ഞാൽ സീറ്റ് കിട്ടിയായിരുന്നോ, പിന്നെ സീറ്റ് കിട്ടി കഴിഞ്ഞാൽ ഇരുന്നായിരുന്നോ, എവിടെ ഇരിക്കണത്, പിന്നെ ഡ്രൈവർ ഗിയർ മാറിയായിരുന്നോ, പിന്നെ കണ്ടക്ടർ ബെല്ല് കൊടുത്തായിരുന്നോ. ഹോ ഒരു സ്വസ്ഥതയില്ലാത്തൊരു ഇടപാട് തന്നെ ഈ കല്യാണം. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഒരു പോക്കല്ലല്ലോ പോണത്, തിരിച്ച് വീട്ടിൽ വരുന്ന ഇവളുമാർക്ക് അറിഞ്ഞൂടെ? ഈ എൻ്റെ കർത്താവെ ഇങ്ങനെയൊക്കെ ഗതികേടാണെന്ന് അറിഞ്ഞാൽ ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കൂലായിരുന്നു. അതെ, ഇന്ന് മുതൽ ഞാൻ വിളിക്കാതിരിക്കട്ടെ. കൊതിപ്പിക്കല്ലേ എടി, മിനിഞ്ഞാന്ന് ഞാൻ നിങ്ങളെ ഉച്ച വരെ വിളിച്ചില്ല എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ചോദിച്ചല്ലോ, ഞാൻ ചത്തോ ജീവിച്ചോന്ന് നീ അന്വേഷിച്ചോടിന്ന്. അപ്പൊ അതാ അതിന് കാര്യമുണ്ട്. ഞാൻ ഉച്ചക്ക് ചോറായോ കറിയായോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ്. ഇത് വീണെടുത്ത് കിടന്ന് ഉരുളണത് കേട്ടാ. എന്തിന്? ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാരും അതെ, പെണ്ണുങ്ങൾ വിളിക്കാൻ പാടില്ല. അയ്യോ എടാ, ഞാൻ അങ്ങോട്ട് ഇറങ്ങിയ പ്രശ്നം, ഇങ്ങോട്ട് ഇറങ്ങിയ പ്രശ്നം, അവള് വിളിയാണ്, മറ്റതാണ് മറിച്ചതാണ്. വിളിച്ചില്ലെങ്കിലോ അവൾ എന്തായിരിക്കും വിളിക്കാത്തത്? എന്നെ മറന്നുപോയോ? എന്തായിരിക്കും എന്നെ വിളിക്കാത്തത്? എന്തെടുക്കോ അപ്പൊ ചോദിക്കും എന്താ വിളിക്കാത്തത്? അപ്പൊ പെണ്ണുങ്ങൾ വിളിക്കാതിരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അതിലപ്പുറം പ്രശ്നം ഞങ്ങൾക്കും ഉണ്ട്. നിങ്ങളുടെയൊക്കെ കയ്യിലാ വലിയ ഫോണൊക്കെ എടുത്തുകൊണ്ട് നടപ്പുണ്ടല്ലോ, ഞങ്ങൾക്ക് മേടിച്ചേരി നോക്കിയയുടെ ഇത്തിരി ഇല്ലാത്ത പൂച്ചക്കാട്ടം പോലത്തെ ഫോണ്. പെണ്ണുങ്ങൾക്ക് അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല അല്ലേ? അയ്യാടാ, എന്നിട്ട് ഞങ്ങള് സ്വാതന്ത്ര്യം തന്നില്ലാന്ന്. വീട്ടിൽ വന്നിരുന്ന് ഇച്ചിരി നേരം ഒന്നും സംസാരിക്കൂലല്ലോ ഞങ്ങളോട്. അപ്പൊ ഒന്ന് ഉറങ്ങാൻ ഒന്ന് കിടക്കുമ്പോഴത്തേനും മുഖത്തോട്ടൊന്നും നോക്കൂലല്ലോ, ഇങ്ങനെ തിരിഞ്ഞു കിടക്കും. സംസാരിക്കാൻ പറ്റിയ മുതലുകൾ എന്താ കുഴപ്പം? മറ്റേ കസ്റ്റമർ കെയറിലെ പെൺപിള്ളേരാണെങ്കിൽ ആ മോളെ അയ്യോ താല്പര്യമില്ല കേട്ടോ, ഇപ്പൊ എടുക്കുന്നില്ല, എടുക്കുമ്പോ ചേട്ടൻ അങ്ങോട്ട് വിളിക്കാൻ കേട്ടോ. ആ വിളിക്കണേനൊക്കെ ഉണ്ടല്ലോ എന്തൊരു സംസ്കാരം, എന്തൊരു മര്യാദ, എന്തൊരു അച്ചടക്കം. ആ വിളിക്കണേനിടയിൽ എത്ര സാറ് വിളിക്കും അറിയാമോ? നിങ്ങളെ ഞാൻ ഇനി മുതൽ സാറേന്ന് വിളിക്കാം. അയ്യോ നീ എന്നെ മര്യാദക്ക് നീ ഒന്നും വിളിച്ചില്ലേ, ബഹുമാനിച്ചാ മതി. ഓ ചാറ് വിളിക്കാൻ കുറ്റം പറയാൻ പറ്റും. ഞങ്ങളെ വിളിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ. ഭയങ്കര സ്നേഹം തന്നെ. സ്നേഹം നല്ലടി പറഞ്ഞത്, ഇതിന്റെ ഉപദ്രവം എന്നാണ് പറയണത്. മനുഷ്യന്റെ മനസ്സമാധാനം കെടുത്തിയിട്ടുള്ള ഒരു ഉപദ്രവം, സ്വസ്ഥതയില്ലാത്ത ഉപദ്രവത്തിൽ പെടാൻ പോകുന്നുണ്ട്. കല്യാണത്തിന് പോണ്ടേ? ആരാ കല്യാണം? നിങ്ങളുടെ വർഗീസ് കൊച്ചപ്പഞ്ചന്റെ ആരാണ്ടിനെ കല്യാണം പറഞ്ഞില്ലേ? അയ്യോ കൊച്ചപ്പച്ചൻ പണ്ടൊരിക്കൽ കുഴി വീണതാ. ഇതിപ്പോ അയാളുടെ മോ ആന്റണിയുടെ കല്യാണം. ആന്റണിയുടെ കല്യാണത്തിന് വേണമെങ്കിൽ ഇവിടെ ഇരുന്നാ പറ്റില്ല, അകത്തോട്ട്. നാളെ ആ ചെക്കൻ ബലിയാടാവും. എന്ത് ചെയ്യൂന്ന് പറയണേ കർത്താവേ. ഈ ഭൂമിയിൽ ഇത്രയൊക്കെ ദുരന്തങ്ങൾ കണ്ടിട്ടും വീണ്ടും ഓർത്തം പറയും എന്തിനാണെന്നോ കല്യാണം എന്ന് പറഞ്ഞ് എടുത്തങ്ങോട്ട് ചാടണത് ഓട്ടന്മാര്. ഈ മറ്റേ ടിനി ടോമും റിമി ടോമും ബ്രദേഴ്സ് ആണോ അമ്മേ? അതാ പുസ്തകത്തിലുള്ളത്? അല്ല, എന്റെ ക്ലാസ്സിൽ ആരും ഞങ്ങള് ബ്രദേഴ്സ് ആണെന്ന്. ശരിയാണോ അമ്മ? പുസ്തകത്തിലുള്ളത് പഠിക്കണേ. പഠിക്കാനിരുത്തവർക്ക് ലോകത്തുള്ള കാര്യങ്ങൾ മുഴുവൻ അറിയണം. ഞാൻ പഠിച്ചിരുന്നു. അല്ല അമ്മ, എന്നാ കല്യാണത്തിനുണ്ടാവോ? ഏത് കല്യാണത്തിന്? ഇവിടെ വെച്ച് അമ്മ പറഞ്ഞില്ലേ ഡാഡി അടുത്ത് നാളെ ഒരു കല്യാണത്തിന് ഉണ്ടോ?
അപ്പൊ ചെവി അവിടെ ഇട്ടോണ്ടിരിക്കായിരുന്നല്ലേ നീ? അല്ല എന്നെ കൊന്നോവോ. അപ്പൊ പിന്നെ സ്കൂളിൽ ഞാൻ പോയാ മതിയോ? അത് ഒരു ദിവസം സ്കൂളിൽ പോയാലും ഒരു കുഴപ്പമില്ല. ആണോ? എന്റെ മോള് പോരണ്ട കേട്ടോ. അമ്മ പ്ലീസ് മോളെ എന്നെ വേറെ എങ്ങും കൊണ്ടുപോയില്ല. ഒരു കല്യാണത്തിനല്ലേ, വലിയ ചെലവൊന്നും ഇല്ലല്ലോ. എന്ന് വെച്ചിട്ട് ഡാഡി അമ്മ പോണ സ്ഥലത്തൊക്കെ നിനക്ക് പോണോ? പ്ലീസ് അമ്മ, മകളെ കൊണ്ട് ഒരു രക്ഷയില്ല. സ്കൂളിൽ പോയി മര്യാദ. അമ്മ പോണില്ല, എന്നെ എവിടെ കൊണ്ടുപോകണം. പ്ലീസ് 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 അമ്മ പ്ലീസ്. എന്നാ ഞാൻ പോണില്ല, ഞാൻ പോണില്ല. ഡാഡി പൊക്കോളും. ഉറപ്പ്? ആ ഉറപ്പ്. സീരിയസ് എടുത്ത് പഠിപ്പിടി. ഞാൻ പോയാലല്ലേ നിനക്ക് കുഴപ്പമുള്ളൂ. ദൈവമേ, ഇതൊക്കെ വലുതായി കഴിഞ്ഞ ഇതിനൊക്കെ ഞാൻ എന്ത് ചെയ്യും? വല്ലതും പൂട്ടിയിടേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു. അമ്മ ചക്കിളിമോൾ അവിടെ പോയിരുന്ന് പഠിക്കടി നീ. ഒരു കാര്യം ചോദിച്ചോട്ട്. എന്താ? തങ്കം, ഈ തങ്കം നീ വരുന്നുണ്ടാ? ഒരു മിനിറ്റ് ലേറ്റാ. ലാസ്റ്റ് വണ്ടി വിളമ്പടേന് മുമ്പെങ്കിലും എത്താൻ പറ്റുമോ? നിങ്ങളുടെയൊക്കെ കാര്യം കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് റെഡിയാവാൻ. നീ എന്തെടുക്കുവാണ്? ഇതൊന്നും എടുക്കട്ടെ ഞാൻ. നീ സാരിയല്ലേ എടുക്കണേ? ഒരു വഴിക്ക് പോവാ ഇറങ്ങിയ വന്ന് കഴിഞ്ഞ കല്യാണത്തിന് ഊണ് സമയത്താണ് ചെന്ന് കയറിയത്. ഇത് കണ്ടോ ക്ലീറ്റോ? കയ്യിലും ഇല്ല, ഒന്നുമില്ല. എന്നൊരു കാര്യം നീ വരണ്ട, ഞാൻ പോയിട്ട് വരാം. പോണ വഴിക്കൊരു മാല നിന്റെ കയ്യിലും കഴുത്തിലും കാണാനല്ലേ അവിടെ ആൾക്കാർ വരുന്നത്. നീ അവിടെ ഇറങ്ങി. മാല മേടിച്ചു ഇച്ചിരി ഇറക്കമുള്ളത്. ഓ ഇറങ്ങി. ഇതിന്റെ അടിയൊന്ന് പിടിക്കാവോ? നീ ആദ്യമായിട്ടാണോ സാരി കൊടുക്കണേ? ഒന്ന് പിടിക്കും ക്ലീറ്റോ, പൊങ്ങിയിരിക്കും ക്ലീറ്റോ. കഷ്ടം തന്നെ പുല്ല്. നിന്നൊക്കെ കൊണ്ട് പോവാതിരിക്കണതാണ് നല്ലത്. അയ്യോ, ഇത് ഊരി പോവില്ല. എന്തുവാ കാണിക്കുന്നത്? ഇങ്ങനെയാണ് സാരി എടുക്കുന്നത്. ഊരി പോയില്ല. നീ വല്ല ചുരിദാറോ നൈറ്റിയെ കിട്ടണോ വന്നാലും മതി. നിങ്ങൾ സമ്മതിക്കൂലല്ലോ. ചുരിദാർ ഇട്ടാ ബെസ്റ്റ് തന്നെ. ഇത് നമ്മുടെ രാഗിയുടെ സാരിയാ. കൊള്ളാവോ? ആരത്? രാഗിയുടെ. എടി നാണം ഇല്ലടി, നാണം. നിനക്ക് ഇരിക്കണ സാരി ഒന്നും എടുത്താ പോരല്ലേ? എനിക്ക് നല്ല സാരി ഒന്നും ഇല്ലല്ലോ. ഓ, നീ നല്ലത് എടുത്താലും നീ അല്ലേ എടുക്കണത്. ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. ആർക്കേ ഞാൻ വന്നില്ല. ഓ തുടങ്ങിക്കാണ്. എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ചാൽ ഉടനെ പിന്നെ വരണില്ല. കോള് മാറി. എന്നാൽ ഒറ്റയ്ക്ക് നമ്മൾ എവിടെയെങ്കിലും പോയാൽ കൂടെ വരണമെന്നും പറയും. ഇറങ്ങണം ചേട്ടും കളിക്കുന്നു മതി. ഓ അമ്പലും വില്ലിലും അടുക്കൂലെന്ന് പറഞ്ഞ കിളിക്കല്ലേ വാങ്ങിയോട്ട്. അതെ, തക്ലിമോളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കല്യാണത്തിന് വരുന്ന കാര്യം. നിങ്ങൾ മാത്രം പോകണമെന്നാ പറഞ്ഞു. നന്നായി. ഇതിനെയൊക്കെ കൊണ്ട് എല്ലാ കല്യാണത്തിനും അടിനിരത്തിനും നടന്നാലേ പിന്നെ സ്കൂളിൽ പോകാൻ മടിയാവും. അതൊരു ശീലം. അതങ്ങനെ തന്നെ. അതെ, നിന്റെ ചില്ലറ ഉണ്ടോ ഓട്ടോയ്ക്ക് കൊടുക്കാൻ? ഇല്ല, പേഴ്സ് എടുത്തില്ല. ചില്ലറ ചോദിച്ചോളൂ, പേഴ്സ് ഞാൻ ചോദിച്ചില്ല. സാറേ, നല്ല മാല, മാല ഫോട്ടോ, വിവിധതരം ഫോട്ടോ. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. നല്ല പളുങ്ക് മാല. സഹോദര, അതൊന്നും വേണ്ട. ഞങ്ങളിപ്പോ വേറെ വഴിക്ക് പോകാൻ പോകണം. രുദ്രാക്ഷ കൈലാസത്തിൽ നിന്നും കൊണ്ടുവന്ന വ്യത്യസ്തമായ രുദ്രാക്ഷ. നിങ്ങളെ അപ്പുറം വേറെ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കാൻ നോക്കും. വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഓട്ടോയ്ക്ക് പോകാനാണ് ഇപ്പോ. പിന്നെ ഓട്ടോയ്ക്ക് പോയി ഓട്ടോയിൽ പോയാൽ പെട്ടെന്ന് ഇറങ്ങാം. അയ്യോ, പൈസ ഇല്ലല്ലോ. 10 രൂപ കൊടുത്തിട്ട് എനിക്ക് ബസ്സിന് പോയി അതിന് വാതൊക്കെ പോയി. ബസ് നമ്മളെ സൗകര്യത്തിന് വരണ്ടേ? ബസ്സിന്റെ സൗകര്യത്തിന് ഒരു അതിന് ഞാൻ എന്തിനടുത്ത് കറങ്ങണം. അങ്ങോട്ടൊന്നും പോകണ്ട, അവിടെ ആരുമില്ല. ഹലോ, എന്താണ്? വേറെ ഈ വീടുകൾ താഴേക്ക് ഉണ്ടാവുമല്ലോ. അവിടെ വീടില്ല. അവിടെ ഉള്ള വീട് ഞങ്ങളുടെ വീടാ. അവിടെ ആളില്ല. ഞങ്ങൾ ഇതേ പുറത്തോട്ട് പോകണം. ഇവിടെ പോകാൻ നോക്കിയേ. അതെ, സ്ഥലം മോശമാണ്. ഇയാൾ ഒച്ചയൊന്നും എടുക്കണ്ടാ. അറിയാം, സ്ഥലം വളരെ മോശമാണ്. ഞാൻ ഇവിടുത്തെ ഒരു നേതാവാ. കൂടുതൽ വിളച്ചിൽ കാണിച്ചാൽ ഞാൻ പോലീസിനെ ഏൽപ്പിക്കും. പോകാൻ നോക്കിയേ. ചേട്ടൻ പോയിക്കോ ഇങ്ങോട്ട്. മാറി 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 പോ. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? അറിഞ്ഞോ? എവിടെന്ന് വരുന്ന ഇവിടെ നിന്ന് ചോദിക്കാനും പറയാനും നമ്മുടെ നാട്ടിൽ ആരും ഇല്ലല്ലോ. ആർക്ക് വേണോ വരാം, ആർക്ക് വേണേലും പോവാം. അവിടെ തന്നെ നിൽക്കുക. പോയി ഇതൊക്കെ എവിടെ നിന്ന് ആർക്കറിയാം. ഇവിടെ ബാക്കിൽ കാണും. അമ്മ, അമ്മ, ബാക്ക് കുത്തിയിട്ടത്. അപ്പൊ രണ്ടാൾക്കാരും കല്യാണത്തിന് കാണൂ.
അമ്മേ എന്നെ കൂട്ടാ പോയി അടുത്തേ കാണിച്ചു കൊടുക്കണം. ആരുമില്ല. ഞാൻ ഇവിടെ ആരും ഇല്ല. ഇതൊന്നും വേണ്ട, കൊണ്ടുവയ്ക്കോ. എവിടെ പോയി? അവരൊക്കെ കല്യാണത്തിന് പോയി. മോള് സ്കൂളിൽ പോയില്ലേ? സ്കൂള് സമരം കാണാൻ ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ സ്കൂൾ നേരത്തെ വിട്ടോ? ഓ അപ്പൊ അത് അവരാരും അറിഞ്ഞില്ല? ഇല്ല വിടുമെന്നുള്ള കാര്യം അറിഞ്ഞില്ല? ഇല്ല. മാം പൊയ്ക്കോ, ഇവിടെ ആരും ഇല്ല. മോളെ അച്ഛനും അമ്മയും ഇനി എപ്പോഴാ വരും? അറിഞ്ഞൂടാ, അവര് കല്യാണത്തിന് പോയല്ലേ. ശരി, മോക്ക് പേടിയില്ലേ? അപ്പൊ ഇല്ല, ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയില്ലേ? പേടിയുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഞാൻ നിന്നോളാം. എന്നാ അടുത്ത വീട്ടിലേക്ക്, അപ്പുറത്തെ വീടില്ലേ? അവിടെ ആരും ഇല്ല. ഇവിടെ അതിനടുത്ത വീട്? ഇവിടെ ആരും ഇല്ല, എല്ലാരും ജോലിക്ക് പോയി. അപ്പൊ അമ്മ വരാനേക്ക് വൈകുമ്പോഴേ? ഇല്ല, അവരിപ്പോ വരുമായിരിക്കും. ശരി, മോളൊരു കാര്യം ചെയ്തേ, മോള് ഇങ്ങോട്ട് പോയി, ഞാൻ കുറച്ച് മാല കാണിച്ചു തരാം. അയ്യോ വേണ്ട, നല്ല മാലകൾ. എന്റെ പൈസ ഒന്നും ഇല്ല. അങ്കിൾ വെച്ചോ. അല്ല, മോള് വന്നേ, ഞാനിവിടെ അങ്കിൾ ഇവിടെ ഇരിക്കാം. വാ. മോളുടെ പേരെന്താ? തക്ലി. തക്കിളി, നല്ല പേരാണല്ലോ. പിന്നെ മോളൊരു കാര്യം ചെയ്യൂ, ഇങ്ങ് വരൂ, ഞാൻ അങ്കിള് നല്ല മാലകൾ കാണിക്കാം. ഇല്ല, അമ്മ വഴക്ക് പറയും. വേണ്ട, പൈസ അമ്മ വഴക്ക് പറഞ്ഞോട്ടെ, അതല്ല, കാശൊന്നും വേണ്ട. മോള് നോക്കിക്കോ, നോക്കി നല്ലൊരു മാല എടുത്തു. ഇല്ല. ആന്നേ, നല്ല പേരാ മോളുടെ കേട്ടോ, തക്കിളി. വാ, വാങ്ങിക്കേ, കാശൊന്നും വേണ്ട. വാ, നോക്കൂ മോളെ, നോക്കൂ. പൈസ ഒന്നും ഇല്ല. പൈസ വേണ്ട, മോള് നോക്കി എടുത്തോ, മോളാ മാല എടുത്തോ. അങ്കിള് പൊയ്ക്കോ. അമ്മ അച്ഛനൊക്കെ വരട്ടെ, നോക്കാം. അവരിപ്പോ വരും. ഇനിയും ലേറ്റ് ആവൂല്ലേ വരാൻ? ഇല്ല, ഇപ്പൊ വരും. ശരി. നടന്നാ മറ്റേ ബസ്സിന് വന്നായിരുന്നെങ്കിൽ അവിടെ വന്നു ഓട്ടോറിക്ഷ പഠിക്കാന്ന് ഞാൻ പറഞ്ഞല്ലേ. പ്ലെയിൻ വിളിക്കായിരുന്നല്ലോ. ഉണ്ടായിരുന്ന കാശല്ലേ ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തത്. പിന്നെ കല്യാണത്തിന് വെറുതെ കയറി ചെല്ലാൻ പറ്റുമോ? നടക്കാൻ കൊണ്ട് നല്ല വെട്ടുണ്ടായില്ല ചിക്കനൊക്കെ. ദഹിക്കട്ടെ, കൊടുത്ത കാശ് മുതലാക്കണ്ടേ. എന്നാലും ഇങ്ങനെ തിന്നോ വീറ്റോ. ഇതെന്താണ്? ഇതിലെ വെള്ളം നീ കുടിക്കുള്ളൂ. ഇതിലെ പോയപ്പോ നോക്കിയതാ. പോയില്ലേ നീ ഇന്ന്? പിന്നെ ഇന്ന് നേരത്തെ കഴിഞ്ഞല്ലോ. നേരത്തെ കഴിഞ്ഞാ? സ്കൂളിൽ സമരമല്ലായിരുന്നോ? എന്തിന്? കൊച്ചിനെ വെട്ടിയ കേസില്ലേ? അത് കോളേജിലല്ലേ, അതിന് സ്കൂളുമായിട്ട് എന്താ ആ പാർട്ടിക്കാരെല്ലാം വന്ന് ഭയങ്കര വിഷയം ഉണ്ടാക്കി. നേരത്തെ പിള്ളേരെല്ലാം പറഞ്ഞു വിട്ടു. എത്ര മണിയപ്പോ സ്കൂൾ വിട്ടപ്പോ? ഒരു 11-11:30 ആയപ്പം. അയ്യോ, നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. എല്ലാവർക്കും മെസ്സേജ് അയച്ചില്ല, ഫോൺ എടുത്ത് നോക്ക്. അപ്പം ഞങ്ങളുടെ മോളെ കൊണ്ട് ഇവിടെ ഇറക്കി വിട്ടായിരുന്നല്ലോ 11:45. 11:45. ദൈവമേ, 3:15 സമയം. നിങ്ങൾ എങ്ങനെ വീട്ടിൽ ഫോണും കൊണ്ട് നടക്കണേ? അത് കല്യാണത്തിന് പള്ളിയിൽ കയറിയപ്പോ ഞാൻ ഫോൺ സൈലന്റ് ആക്കി. മെസ്സേജ് അല്ല, കൊച്ചു എത്ര നേരം വന്ന് അവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ടാവും. എന്നോട് സമരമാവും, സ്കൂള് വിടുന്നു ഞാൻ അറിഞ്ഞോ? ഒരു സാധനം കഴിച്ചിട്ടുണ്ടാവില്ല, വാതില് തുറന്നിരിക്കാനുള്ള ബുദ്ധി കാണില്ല. താക്കോൽ അവിടെ ഉള്ള കാര്യം അവൾക്ക് അറിയാലോ അല്ലേ? പിന്നെ അറിയാൻ പാടില്ല, വിശക്കുന്നുണ്ടാവും. വിഷമിച്ചിട്ടുണ്ടാവുമോ? എന്നോട് പോവരുതെന്ന് പ്രത്യേകം പറഞ്ഞതാ അവള്. എന്തൊരു മെസ്സേജ് വന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ അവിടെ പലരോടും സംസാരിച്ചു, എന്റെ തിരക്കിന്റെ ഇടയിൽ അത് വിട്ടുപോയി. അതല്ലേ തക്കളി കുട്ടിയേ, തക്കളി മോളെ, തക്കളിയേ. ആ തക്കളി കുട്ടിയെ ചിലപ്പോ പുറകോശം തുറന്ന് കയറിയിട്ടുണ്ടാവും. പുറത്ത് കാണില്ല. അത് വന്ന് ഒരു പ്രാവശ്യം അവൾ അങ്ങനെ കയറിയ. തക്കളി, തക്കളി കുട്ടിയെ മക്കളെ, തക്കളി മോനെ ഉണ്ട്, അവിടെ ഉണ്ടോ? ഇല്ലേ? തക്കളി, തക്കളി അപ്പുറത്ത് തക്കളിയേ.
കണ്ടോ തക്ലിയുടെ ബാഗ് ധരിക്കുന്നു. എന്നാ താഴേക്ക് കളിക്കാൻ പോയിട്ടുണ്ടാവോ? അവളുടെ ബാഗല്ലേ? താഴേക്ക് കളിക്കാൻ പോയിട്ടുണ്ടോന്ന്? തങ്ക ഇതാരെ ബാഗാ? ഇത് ഇതും അയാള് കൊച്ച് തക്കളെ മോനെ തക്കളെ തക്കളി തക്കളെ കുട്ടി തങ്ക അവിടെ ഇല്ലട്ടാ ഇവിടെ തള്ളി നോക്കിയ നല്ല പ്രാക്ടീസാ. എന്നെ കൂട്ടാതെ എവിടെ പോയി? ഇവിടെ കാര്യം സാറോ സാറിന്റെ വീടായിരുന്നു ഇത്. വഴിയിൽ വെച്ച് കണ്ടപ്പോ ഞാൻ സാറിന്റെ വീടാണെന്ന് അറിഞ്ഞില്ല. അതെ തനിക്ക് ഇവിടെ എന്താ കാര്യം എന്നാ ചോദിച്ചേ? ഇല്ല സാറേ, അങ്ങനെ ഞാൻ ഒരു കുഴപ്പക്കാരനൊന്നും അല്ല സാറേ. സാറിന്റെ മകൾ ഒറ്റയ്ക്ക് ഇരുന്നപ്പം ഇവിടെ ആരും കാണാത്തോണ്ട് ഇത്രയും അണ്ട കടകാൻ പോലത്തെ വലിയ വീടും പരിസരത്തൊന്നും ഒരൊറ്റ മനുഷ്യനില്ല. ഞാൻ നോക്കിയ സമയത്ത് മോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം ചെന്ന് വിളിച്ചു. അച്ഛനും അമ്മയൊക്കെ ഇവിടെ പോയി കല്യാണത്തിന് പോയി പുറത്ത് പോയെന്ന് പറഞ്ഞപ്പം വാ മോളെ എന്ന് വിളിച്ചപ്പോൾ മോളുടെ കാര്യങ്ങൾ ചോദിച്ച് ഭക്ഷണമൊക്കെ എടുത്ത് കൊടുത്ത് മോളെ ഇരുത്തി ഒരു പാട്ടൊക്കെ പാടി കൊടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ സാറേ പത്രങ്ങളൊന്നും വായിക്കാറില്ല ഈ കാലം. ഒരു കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത കാലമല്ലേ മേഡം? നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? ആഹാരമൊക്കെ എന്റെ ബാഗിൽ നിന്ന് എടുത്തു തന്നു. നല്ല അങ്കിളാ. പിന്നെ ചേച്ചിക്കെങ്കിലും ശ്രദ്ധിക്കായിരുന്നൊരു മോളുടെ കാര്യത്തിൽ അല്പമെങ്കിലും ശ്രദ്ധ കുറവാ കേട്ടോ. അത് ശ്രദ്ധയില്ലാഞ്ഞിട്ടല്ല, സ്കൂൾ നേരത്തെ വിടുന്ന ഞങ്ങൾ അറിഞ്ഞില്ല, അതാ. ആ സാർ ഇതാ കാര്യം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴേ ഫോണിൽ വിളിക്കാൻ എടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ടി സാറേ. അത് ഫോണിൽ മെസ്സേജ് വന്നു, പക്ഷെ ഞങ്ങൾ ഈ കല്യാണത്തിന്റെ തിരക്കിന്റെ ഇടയിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ശ്രദ്ധിക്കണം സാറേ, ഇന്ന് കാലം അങ്ങനെയാ. എനിക്ക് 3 പെൺമക്കളാ. അപ്പൊ കുഞ്ഞുങ്ങൾ എനിക്കുള്ള 3ാമത്തെ കുഞ്ഞിന്റെ അതേ പ്രായമാ മോള്. ഞാൻ അതുകൊണ്ട് ഇത്രയും സമയം നിങ്ങളെ നോക്കിയിരുന്നു. ഏതായാലും നിങ്ങൾ വന്നല്ലോ. ശരി അങ്കിൾ പോട്ടോ മോളെ. കാണാം കേട്ടോ. ഓക്കെ സാർ, വേഷം കണ്ട ആളെ അളക്കല് സാറേ. Alien versus Alien.